ഇവിടെ നമ്മൾ ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് ഇൻവോൾവിംഗ് സൈൻ എക്സും കോസ് എക്സും ഒക്കെയാണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഫംഗ്ഷൻ ഓഫ് എക്സ്, അതായത് പോളിനോമിയൽ ഫോമുല, റാഷണൽ ഫംഗ്ഷൻ പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് ഫോമുലുള്ള ഫംഗ്ഷനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമുക്ക് റാഷണൽ ഫംഗ്ഷൻ്റെ കൂടെ സൈൻ എക്സോ അല്ലെങ്കിൽ കോസ് എക്സോ അങ്ങനെയുള്ള ഫംഗ്ഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ നമ്മൾ ജോർദാൻസ് ലെമ്മ പഠിക്കുകയാണ്. എന്താണ് ജോർദാൻസ് ലെമ്മ എന്ന് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം യൂസിങ് ജോർദാൻസ് ലെമ്മ എന്ന് മാത്രമേ പറയാറുള്ളൂ. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈസ് അനലിറ്റിക് ആണ്. അറ്റ് ഓൾ പോയിന്റ്സ് ഇസഡ് ഇൻ ദ അപ്പർ ഹാഫ് പ്ലെയിൻ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ദാറ്റ് ആർ എക്സ്റ്റീരിയർ ടു ഓൾ സർക്കിൾ മോഡ് ഇസഡ് ഈക്വൽ ടു r0. അതായത് ഒരു ഫംഗ്ഷൻ നമുക്കൊരു മോഡ് ഇസഡ് ഈക്വൽ ടു r0 എന്ന് പറയുന്ന ഒരു സർക്കിൾ ഉണ്ട്, r0 റേഡിയസ് ഉള്ള. ഈ സർക്കിളിന്റെ എക്സ്റ്റീരിയർ അപ്പർ ഹാഫ് പ്ലെയിനിൽ ഈ സർക്കിളിന്റെ എക്സ്റ്റീരിയർ പോർഷൻ, അപ്പർ ഹാഫ് പ്ലെയിൻ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ, ഈ സർക്കിളിന്റെ പുറത്ത് അപ്പർ ഹാഫ് പ്ലെയിനിൽ ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. സി ആർ എന്ന് പറയുന്നത് ഡിനോട്ട്സ് എ സെമി സർക്കിൾ ഇസഡ് ഈക്വൽ ടു ആർ ഇ റേസ് ടു ഐ തീറ്റ, ആർ ഗ്രേറ്റർ ദാൻ r0 ആണ്. അപ്പോൾ നമ്മുടെ ആ സർക്കിൾ ഇതിന്റെ പുറത്തായിട്ടാണ് വരുന്നത്, ഈ സെമി സർക്കിള്. ഇതിന്റെ റേഡിയസ് r ആണ്. ആൻഡ് for all points z on CR there exists a positive constant. അപ്പോൾ ഒരു ഈ ഓൺ CR, ഈ CRൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മോഡ് എഫ് ഇസഡ് എപ്പോഴും എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു MR എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും, ഒരു കോൺസ്റ്റന്റ്. അതായത് ഇത് ബൗണ്ടഡ് ആണ്. ഓൺ CR the function f of z is bounded and limit, ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, ലിമിറ്റ് r tending to infinity MR equal to 0 ആണ്. അങ്ങനെയാണെങ്കിൽ then for every positive constant a, integral limit r tending to infinity CR integral over CR f z e raised to I a z dz equal to 0. ഇതാണ് നമുക്ക് വേണ്ട സാധനം. ഇതാണ് ജോർദാൻ ലെമ്മ പറയുന്നത്. അതായത് ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏത് പോസിറ്റീവ് കോൺസ്റ്റന്റ് എ എടുത്തു കഴിഞ്ഞാലും ലിമിറ്റ് ആർ ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഓവർ സി ആർ എഫ് ഇസഡ് ഇ റേസ് ടു ഐ എ ഇസഡ്, ഇവിടെയാണ് ഐ എ വരുന്നത്, ഡി ഇസഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. ഈ ജോർദാൻ ലെമ്മ വേണം നമുക്ക് അവിടെ ആ ഇന്റഗ്രൽ സോൾവ് ചെയ്യാൻ. ഇത് ടൈപ്പ് 2 ഇന്റഗ്രൽസ് ആണ്. അതായത് നമ്മൾ ആദ്യം ടൈപ്പ് 1 പഠിച്ചു. ഇവിടെ ഇനി ക്വസ്റ്റ്യൻ പറയുന്നത് ഇവാലുവേറ്റ്, നേരത്തെ ഫോളോ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. ആകെ ഈ കോസും സൈനും വരുമ്പോൾ ഉള്ള ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവാലുവേറ്റ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കോസ് 3x ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഡി എക്സ്. അപ്പോൾ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ മാത്രമായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ അറിയാം. ഈ കോസ് 3x വരുമ്പോൾ ഒന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. ഇവിടെ കോസ് 3xനെ ഇമാജിൻ റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു ഐ 3x ആയിട്ട് എഴുതാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എഫ് ഓഫ് എക്സ് എന്താണെന്നുള്ളത്, എഫ് ഓഫ് എക്സ് ഇത് മൊത്തത്തിലല്ല എഴുതേണ്ട, പോളിനോമിയൽ ഫംഗ്ഷൻ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. ഇനി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് 3x, ഇവിടെ ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതിന്റെ പ്രിൻസിപ്പൽ വാല്യൂവിനോട് ഇത് ഈക്വൽ ആയിരിക്കും, അത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈവൻ. ദിസ് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി cos 3x by x square plus 1 whole square ds. ഇത് ഈവൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ദ കോഷി പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞേ ക്വസ്റ്റ്യൻ തരുള്ളൂ കേട്ടോ. നേരെ ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ തരാറില്ല. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് കോസ് 3x ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഇനി ഈ കോസ് 3xനെ റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു ഐ 3x എന്ന് എഴുതാം. ഇത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് ദിസ് ഈസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഐ റേസ് ടു ഐ 3x എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ എഫ് ഇസഡ് നേരത്തെ ചെയ്ത പോലെ എഫ് ഇസഡ് കാണുകയാണ്. 1 ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇതെവിടെയാണ് അനലിറ്റിക് അല്ലാത്ത പ്ലസ് ഓർ മൈനസ് ഐ. അതിലേതാണ് എബവ് റിയൽ ആക്സിസ്, ഇസഡ് ഈക്വൽ ടു ഐ ആണ്, ലൈസ് എബവ് റിയൽ ആക്സിസ്. അപ്പോൾ ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് ഇസഡ് ഇ റേസ് ടു ഐ 3z എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ എന്താണ്, എഫ് ഓഫ് ഇസഡ് ഇ റേസ് ടു ഐ 3z. ഇനി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ക്ലോസ്ഡ് കോണ്ടൂർ സി കൺസിഡർ ചെയ്യാണ്, വിച്ച് കൺസിസ്റ്റ് ഓഫ് ദ സെഗ്മെന്റ് ഫ്രം മൈനസ് ആർ ടു ആർ ആൻഡ് സെമി സർക്കിൾ. R is chosen such that I lies inside C. ഇനി by Cauchy's residue theorem, integral over C f z e raised to I 3z dz equal to 2 pi I residue at z equal to I. ഫംഗ്ഷൻ എഫ് ഇസഡ് മാത്രമല്ല, ഏതും കൂടി ഉണ്ട് കൂടെ, ഈ റേസ് ടു ഐ 3z കൂടി ഉണ്ട്. ഇത് മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ.
ഇനി ഈ ഇന്റഗ്രൽ നമ്മൾ മൈനസ് ആർ ടു ആർ എന്ന് പറയുമ്പോൾ റിയൽ ലൈൻ ആണ്. എഫ് എക്സ് ഇ റേസ് ടു ഐ 3x dx പ്ലസ് ഓവർ ദ സെമി സർക്കിൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൈനസ് ആർ ടു ആർ ഈ റിയൽ ലൈനിൽ കൂടെ ദെൻ അലോങ് സി ആർ. ഇവിടെ കോംപ്ലക്സ് ആണ്, അതുകൊണ്ട് ഇസഡ് ഉപയോഗിക്കും. 2πi റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു ഐ എഫ് ഇസഡ് ഇ റേസ് ടു ഐ 3z. ഇനി ലിമിറ്റ് ആർ ടെൻഡിങ് ടു ഇൻഫിനിറ്റി രണ്ട് സൈഡിലും കൊടുക്കും. ഇനി നമ്മൾക്ക് ജോർദാൻസ് ലെമ്മയാണ്. നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന വെറുതെ ഫംഗ്ഷൻ തരുമ്പോൾ നമുക്ക് അവിടെ ML ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യായിരുന്നു. ഇപ്പൊ ഇവിടെ ഈ റേസ്റ്റും കൂടെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഈ ML ഇൻഇക്വാളിറ്റി ഈസി ആയിട്ട് മാക്സിമം കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ജോർദാൻസ് ലെമ്മ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. അതിന്റെ മോഡുലസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ മോഡ് സെഡ് സ്ക്വയർ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ മൈനസ് 1. ഐ റേസ് ടു ഐ 3z എടുക്കുന്നില്ല കേട്ടോ. ദിസ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് 1 ഓൺ സി ആർ. അതായത് മോഡ് എഫ് ഇസഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ ക്വാണ്ടിറ്റി കിട്ടി. ഇതിനെ നമ്മൾ MR എന്ന് പറഞ്ഞു വിളിച്ചു. ഇനി നമ്മളുടെ ആ തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തും കൂടെ വേണം, ലിമിറ്റ് ആർ ടെൻഡിങ് ടു ഇൻഫിനിറ്റി MR എന്ന് പറയുന്നത് ലിമിറ്റ്. അപ്പം നിങ്ങൾക്ക് നേരത്തെ ആ തിയറത്തിൽ പറയുന്ന കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഒരു സർക്കിളിന്റെ പുറത്ത് അപ്പർ ഹാഫ് പ്ലെയിനിൽ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. ഇവിടെ ഈ ഫംഗ്ഷൻ ആകെ രണ്ട് സിംഗുലാരിറ്റി ഉള്ളൂ, പ്ലസ് ഓർ മൈനസ് ആയി. അപ്പർ ഹാഫ് പ്ലെയിനിൽ ആ ഒരു സർക്കിൾ കഴിഞ്ഞാൽ എല്ലായിടത്തും അനലിറ്റിക് ആണ്. ആ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ലിമിറ്റ് ആർ ടെൻഡിങ് ടു ഇൻഫിനിറ്റി MR 0യും കിട്ടണം. അത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 0 കിട്ടി. ഇനി നമുക്ക് ജോർദാൻസ് ലെമ്മ. അപ്പം നിങ്ങൾ ഈ റേസ് ടു ചേർന്ന് വരുന്ന പ്രോബ്ലം ആ നടുക്കത്തെ ഇന്റഗ്രൽ ഓവർ CR ഇത് കാണിക്കാൻ ജോർദാൻസ് ലെമ്മയാണ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് ആർ ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഓവർ CR എഫ് ഇസഡ് ഇ റേസ് ടു ഐ 3z dz ഈക്വൽ ടു 0. ഇനി ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇനി എന്ത് കാണുക? റെസിഡ്യൂ കണ്ടുപിടിച്ചാൽ മതി. റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു എഫ് ഇസഡ് ഇ റേസ് ടു ഐ 3z. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഇ റേസ് ടു ഐ 3z ബൈ ഇസഡ് പ്ലസ് ഐ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് ഐ. ഇസഡ് ഈക്വൽ ടു ഐയിലാണ് കാണുന്നത്. ഇത് പോൾ ഓഫ് ഓർഡർ 2 ആണ്. അപ്പോൾ ഇതിന്റെ റെസിഡ്യൂ എന്ന് പറയുന്നത് 5' z ആണ്. 5' z അല്ലെ 5' i ആണ്. 5' i കണ്ടുപിടിക്കുക. അത് നമുക്ക് ഇവിടെ കിട്ടും. ഈ ഇതിൽ നിന്ന് 2 and 3 ഈ 2ഉം 3ഉം നമ്മുടെ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് പ്ലസ് 0 ഇത് ഇന്റഗ്രൽ 0 ആണെന്ന് കാണിച്ചു. 2πe³ എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് cos 3x ആണ് അല്ലേ? cos 3x എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് റിയൽ പാർട്ട് വേണം. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും റിയൽ പാർട്ട് ഓഫ് ദ ഫംഗ്ഷൻ എടുക്കുകയാണ്. ഇവിടെ റിയൽ പാർട്ട് എടുത്തു. ഇത് ഓൾറെഡി ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ 2πe³ ഒരു റിയൽ നമ്പർ ആണ്. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് ഇത് എടുക്കുമ്പോൾ 2πe³ തന്നെ കിട്ടും. ഇനി ഈ റിയൽ പാർട്ട് നമുക്ക് ലിമിറ്റിന്റെ ഉള്ളിലേക്ക് എടുക്കാം. ലിമിറ്റിന്റെ ഉള്ളിൽ fx ഓൾറെഡി റിയൽ ആണ്. അപ്പോൾ പിന്നെ റിയൽ പാർട്ട് അപ്ലൈ ചെയ്യേണ്ടത് എവിടെയാണ്? ഇവിടെ മാത്രമേ ഉള്ളൂ. റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു ഐ 3x dx എന്ന് പറയുമ്പോൾ 2πe³ ആണ്. ഇനി റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു ഐ 3x എന്ന് പറയുന്നത് എന്താണ്? cos 3x ആണ്. അപ്പോൾ അങ്ങനെ cos 3x ബൈ ലിമിറ്റ് ആർ ടെൻഡിങ് ടു ഇൻഫിനിറ്റി മൈനസ് ആർ ടു ആർ cos 3x ബൈ x സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ dx ഈക്വൽ ടു 2πe³. അപ്പോൾ ഇത് ഓൾറെഡി ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് പ്രിൻസിപ്പൽ വാല്യൂ ആണ്. പ്രിൻസിപ്പൽ വാല്യൂ ഈക്വൽ ടു എന്താണ്? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി cos 3x ബൈ x സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ dx ആണ്. അപ്പോൾ അത് നമുക്ക് വാല്യൂ കിട്ടും. ഇനി ഫൈൻഡ് ദ കോഷി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദ ഇന്റഗ്രൽ. അപ്പോൾ അങ്ങനെ കോഷി പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഈവൻ ഫംഗ്ഷൻ ആയിരിക്കില്ല. ഇതും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. fx എന്ന് പറയുന്നത് എന്തായിട്ട് എടുത്തു? x ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 ആയിട്ട് എടുത്തു. ഇവിടെ sin x എന്ന് പറയുന്നത് എന്താണ്? ഇമാജിനറി പാർട്ട് ഓഫ് ഇ റേസ് ടു ix ആണ്. അപ്പോൾ ഈ fx ഇൻറ്റു sin x നെ മൊത്തത്തിൽ ഇമാജിനറി പാർട്ട് ഓഫ് fx ഇൻറ്റു ഇ റേസ് ടു ix എന്ന് എഴുതാം. fz എടുക്കുക. fz z ബൈ z സ്ക്വയർ പ്ലസ് z പ്ലസ് 2 ആണ്. ഇതിന്റെ സിംഗുലാരിറ്റീസ് നോക്കുക. ഏതാണ് ലൈസ് അബവ് റിയൽ ആക്സിസ് എന്നുള്ളത് നോക്കുക. നേരത്തെ അതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. കോഷീസ് റെസിഡ്യൂ തിയറം വെച്ചിട്ട് ഇന്റഗ്രൽ ഓവർ c fz e റേസ് ടു iz, കാരണം ഇവിടെ ix1 ആണ് വന്നിരിക്കുന്നത്, sin x എന്നാണ് വന്നിരിക്കുന്നത്. iz ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് 2πi റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു -1 പ്ലസ് i fz e റേസ് ടു iz. ഇനി ഇവിടെ നമുക്ക് എന്താണ് ഇതിനെ -r to r ഇന്റഗ്രൽ ഓവർ cr കൊടുക്കുക. നേരത്തെ അതേ പ്രൊസീജിയേഴ്സ് റിപ്പീറ്റ് ചെയ്യുക. മോഡ് fz ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു വാല്യൂ കാണുക. അതിനെ mr എന്ന് പറയുക. ലിമിറ്റ് ആർ ടെൻഡിങ് ടു ഇൻഫിനിറ്റി MR 0 ആണെന്ന് കാണിക്കുക. എന്നിട്ട് ജോർദാൻസ് ലെമ്മ അപ്ലൈ ചെയ്യുക. ജോർദാൻസ് ലെമ്മ അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് ആർ ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഓവർ CR fz e റേസ് ടു iz
dz equal to 0 എന്ന് കിട്ടും. ഇനി റെസിഡ്യൂ അറ്റ് z equal to -1 plus i കാണുക. അത് കിട്ടി. ഇനി നമ്മൾ കോഷി ഇക്വേഷൻ 1ലേക്ക് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഈ ഇമാജിനറി പാർട്ടാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഇമാജിനറി പാർട്ട് എടുക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇമാജിനറി പാർട്ട് എടുത്തു. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. π/e e⁻⁻i -1 plus i. ഇതിന്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും π/e e⁻⁻i എന്ന് പറയുന്നത് cos 1 - i sin 1 -1 plus i. ഇതിന്റെ ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കണം. അതിനിത് ഹോൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ എഴുതണമെന്നില്ല. ഐയുടെ ടേം എവിടെയൊക്കെ വരുന്നുണ്ടോ നോക്കുക. π/e എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. ഇനി ഐയുടെ ടേം എന്താണ്? cos 1 into i ചെയ്യുമ്പോൾ ഐയുടെ ടേം വരും. അപ്പോൾ cos 1 എഴുതി. ഇനി cos 1 -1 റിയൽ ആണ്, അത് വേണ്ട. -i sin 1 into -1 ചെയ്യുമ്പോൾ ഒരു sin 1 വരും. ഇതാണ് അപ്പോൾ അതിന്റെ ഇമാജിനറി പാർട്ട്. അപ്പോൾ RHS π/e into cos 1 plus sin 1 വരും. ഇനി LHSൽ നമുക്ക് എന്താണ്? ഈ ഇമാജിനറി പാർട്ട് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആവും. അപ്പോൾ ഇത് പ്രിൻസിപ്പൽ വാല്യൂ ഇന്റഗ്രൽ -∞ to ∞ x sin x by x² + 2x + 2 dx എന്ന് പറയുന്ന π/e cos 1 plus sin 1 കിട്ടും. ഇനി ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇവിടെ ഈ കോൺസ്റ്റന്റ് എയും ബിയും a greater than b greater than 0 എന്ന് തന്നിട്ടുണ്ട്. ഇങ്ങനെയും വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ cos 3x എന്ന് പറയുമ്പോൾ എന്തെടുക്കണം? e⁻⁻i3x റിയൽ പാർട്ട്. അപ്പോൾ അത് തുടങ്ങുക. ഇവിടെ റെസിഡ്യൂ എന്ന് പറയുന്നത് +or -i +or - bi ആണ്. എയും ബിയും രണ്ടും ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് aiയും biയും ആണ് ലൈസ് അബവ് റിയൽ ആക്സിസ്. ഇനി നേരത്തെ പോലെ ക്ലോസ്ഡ് കോണ്ടൂർ കൺസ്ട്രക്ട് ചെയ്യുക. ഇവിടെ രണ്ടിടത്ത് റെസിഡ്യൂ നോക്കണം. റെസിഡ്യൂ അറ്റ് z equal to aiയും biയും. ജോർദാൻസ് ലെമ്മ അപ്ലൈ ചെയ്യാൻ mod f z less than ഒരു mr എന്ന് കാണിക്കണം. mrന്റെ ലിമിറ്റ് ആസ് r tending to ∞ 0 ആണെന്ന് പ്രൂവ് ചെയ്യുക. എന്നിട്ട് ജോർദാൻ ലെമ്മ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇന്റഗ്രൽ 0 ആണെന്ന് കിട്ടും. ഇനി രണ്ടിന്റെയും റെസിഡ്യൂ കാണുക. റെസിഡ്യൂ കണ്ടു കഴിഞ്ഞിട്ട് അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് e⁻⁻i3x ആണ് നമുക്ക് റിയൽ പാർട്ടാണ് വേണ്ടത്. ഇത് ഓൾറെഡി ഒരു റിയൽ നമ്പർ ആണ്, അതുകൊണ്ട് അതിന്റെ റിയൽ പാർട്ട് അത് തന്നെയാണ്. അപ്പം നമുക്ക് ഈ ആൻസർ കിട്ടും. ഇനി കോഷി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് cos x by x plus a whole square plus b square. ഇവിടെ b greater than 0 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ cos x ആണ്. അപ്പം റിയൽ പാർട്ട് ഓഫ് e⁻⁻ix ആണ് വേണ്ടത്. fz ഇതിങ്ങനെ എഴുതുക. റെസിഡ്യൂ സിംഗുലാരിറ്റി നോക്കുക. സിംഗുലാരിറ്റി -a plus bi ആണ്. b greater than 0 ആയതുകൊണ്ട് -a plus bi ലൈസ് അബവ് എന്താണ്? റിയൽ ആക്സിസ് ആണ്. ഇനി കൺസിഡർ ഇതിപ്പോ b less than 0 എന്ന് പറയുമായിരുന്നെങ്കിൽ ഏതായിരുന്നു? -a - bi ആണ് ലൈസ് അബവ് റിയൽ ആക്സിസ്. അപ്പൊ ഈ കണ്ടീഷൻ ഇത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ കണ്ടീഷൻ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ b greater than 0 ആയതുകൊണ്ട് -a plus bi ലൈസ് അബവ് റിയൽ ആക്സിസ്. ഇനി അതേപോലെ സെമി സർക്കിളും അതും കൂടെ ഒരു പാത്ത് ക്ലോസ്ഡ് കോണ്ടൂർ കൺസ്ട്രക്ട് ചെയ്യുക. റെസിഡ്യൂസ് ഇവാലുവേറ്റ് ചെയ്യണം. അതുപോലെ ജോർദാൻ ലെമ്മ അപ്ലൈ ചെയ്യണം. ഇനിയിപ്പം നമുക്ക് റിയൽ പാർട്ട് എടുത്താൽ മതി. റിയൽ പാർട്ട് രണ്ട് സൈഡിലും എടുക്കുക. അപ്പോൾ ഇവിടെ റിയൽ പാർട്ട് ഓഫ് π e⁻⁻ai എന്ന് വരുന്ന e⁻⁻ai എന്ന് പറഞ്ഞാൽ cos a plus -i sin a ആണ്. അപ്പോൾ റിയൽ പാർട്ട് മാത്രമാകുമ്പോൾ cos a മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്റഗ്രലിന്റെ വാല്യൂ.